അതാ നമുക്ക് നല്ല ക്ലീൻ പീസ് സാധനം തന്നെ കിട്ടിയ ക്ലീൻ. ഇത് ഇത്രയാണ് ഇന്നിപ്പോൾ കൊല്ലത്ത് കൊണ്ട് കൊടുക്കാറില്ല ടൈസിങ്. ആ ഇത് പേപ്പർ ഇട്ടല്ലേ. ഇത് ഞാൻ ഇവിടെ 2 ബേക്കോട് ഒരുമിച്ച് എടുക്കാതെ 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ടയർസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. എല്ലാ ടയറും ഫുൾ ഗ്രിപ്പോടിയുള്ള ടയർസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഗൈസ് ഞാനിപ്പോൾ പോകുന്നത് ആലങ്കോടാണ്. ആലങ്കോടെന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ ആലങ്കോട് ട്രിവാൻഡ്രം ജില്ലയാണ്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ. അപ്പം പുതിയൊരു ഷോപ്പ്, യൂസ്ഡ് ടയറിൻ്റെ ഒരു ഷോപ്പ് ആലങ്കോട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വലിയൊരു ലോഡ് സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ടയറിൻ്റെ കളക്ഷൻസ് കിടപ്പുണ്ട്. അതായത് നല്ല കിട്ടുന്ന ഓഫറിനാണ് നിങ്ങൾക്ക് ആ ടയർസും കാര്യങ്ങളൊക്കെ തരാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ആലങ്കോട് പോവാം. ആലങ്കോട് എനിക്ക് അവിടെ ഷോപ്പിൻ്റെ പേര് എനിക്ക് കാത്ത് കിട്ടുന്നില്ല. അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഷോപ്പിലേക്ക് അല്ല. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പുൽച്ചാടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുക്കൻ വൻ ചോദിച്ച് കാറിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ടയർ എടുക്കണ്ടേ എനിക്ക് ടയർ എടുക്കണ്ടേ? പിന്നെ അല്ല, സെറ്റാക്കാം നമുക്ക്. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പുൽച്ചാടിയുടെ കൂടെ. അപ്പോൾ നമ്മൾ പുൽച്ചാടി കഴിഞ്ഞിട്ട് ഒരുപാട് നാളായല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ. പുൽച്ചാടി വൻ ബിസിയാണ് കഴിച്ച്. ഇപ്പോൾ വൻ ജോലിയും തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളാ പഴയ ആ ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ആയിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഉടനെ വരും. അതിന്റെ പ്ലാനിങ്ങും കൂടെ സെറ്റാക്കാനാണ് പുൽച്ചാടി ഞാൻ ഇപ്പോൾ മീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി കാറിൽ നമുക്ക് ടയർ ഷോപ്പിലേക്ക് പോവാം. അവിടുത്തെ കാറിൻ്റെ ഇല്ല, നോക്കണ്ട അറിയത്തില്ല, നോക്കാം. ഇതാണ് നമ്മുടെ ഷോപ്പ്. ട്രാക്ക് R16 എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര്. ഒരുപാട് കളക്ഷൻസ് ഉള്ള ഹൈ ബ്രോ 2 പയ്യന്മാർ കൂടി നടത്തുന്ന ഒരു ഷോപ്പാണ് ഇത്. ഒരുപാട് ടയറിന്റെ കളക്ഷൻസ് ആണ്. ഈ കാണുന്ന ടയറെല്ലാം നല്ല ഫുൾ ഗ്രിപ്പോട് കൂടിയുള്ള ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ പോളിഷ് ചെയ്ത് വെച്ചേക്കുക. ഇതൊക്കെ ഇനി ഇന്ന് പോളിഷ് ചെയ്യുമോ ബ്രോ? ചെയ്യും അല്ലേ? ഇതൊക്കെ ഫുൾ പോളിഷ് ചെയ്യാൻ പറ്റില്ലല്ലേ? ഇന്നലെ എത്തിയല്ലോ അല്ലേ സാധനം? ഓക്കെ. അപ്പം സാധനം നോക്കിയാൽ ഫുൾ ഗ്രിപ്പ് എന്ന് പറയാം. എല്ലാം അടിപൊളി ടയർസും കാര്യങ്ങളൊക്കെ ആയിട്ടാ. ഇതിന്റെയൊക്കെ എങ്ങനെ ഓഫർ എങ്ങനെയാണ് ബ്രോ? ഓഫർ ഫ്രണ്ട് ടയർ നമ്മൾ കൊടുക്കുന്നത് 1,500 ആണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഓഫർ 1000-1500 രൂപയ്ക്ക് അല്ലേ? അതായത് ഈ കാണുന്ന ഫുൾ ഗ്രിപ്പോട് അത്രേ ഉള്ളൂ. ഓക്കെ, ഫ്രണ്ടും ബാക്കും ആണോ? ബാക്ക് വരുമ്പോൾ നമ്മൾ 5,500 2,000 2000-1500 രൂപയ്ക്ക് ബാക്ക് മാത്രം. 2000 കോംബോ ആയിട്ട് വരുമ്പോൾ 2,500 നമ്മൾ ഇട്ടേക്കുന്നത്. ഫ്രണ്ട് ബാക്ക് കൂടെ ആയിട്ട് 2000. അപ്പം ഫ്രണ്ട് ബാക്കോട് ഒരുമിച്ച് എടുക്കാതെ 2,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ടയർസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് ഇവിടെ കിടക്കുന്ന ഒരു മാറ്റിയിട്ടേക്കില്ല. ഈ കിടക്കുന്ന എല്ലാ ടയറും ഫുൾ ഗ്രിപ്പോടിയുള്ള ടയർസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. നിങ്ങൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തരുന്നതായിരിക്കും. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി എടുത്തിട്ട് നിങ്ങൾക്ക് നേരെ നിങ്ങളെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഏതൊക്കെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം? എല്ലാം അങ്ങനത്തെ എല്ലാ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നോക്കി എൻ്റെ ടയറൊക്കെ എടുത്താലാ നല്ല കിട്ടില്ല ടയർ കേട്ടോ. എല്ലാം ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കടയിലൊക്കെ പോകാത്ത ഇതെല്ലാം പോളിഷ് ചെയ്താണ് വെച്ചേക്കുന്നത്. പക്ഷേ പോളിഷ് അവർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ ടയറും ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്തായാലും നീറ്റായി ക്ലീനാക്കി ആയിരിക്കും ഇവർ തരുന്നത്. എല്ലാ ടയറും ഒരുപാട് നല്ല കിട്ടില്ല ഫുൾ ടയറും അല്ലേ? ഒരു പാച്ച് വർക്ക് ഒന്നുമില്ല. എല്ലാം നമ്മൾ നോക്കി ഐഡന്റിഫൈ ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ബ്രോ, താങ്ക് യു. ടയറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ പുൽച്ചാടിക്ക് വേണ്ടിയിട്ട് ഒരു ടയർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കണം, നല്ല നോക്കി എടുത്തോ. ഇത് ഏതിൻ്റെയാണ് ബ്രോ? മിഷലിൻ്റെ അല്ലേ? മിഷലിൽ 160 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പൊടിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ നമുക്ക് ഇടാന്നേ ഉള്ളൂ കേട്ടോ. അതായത് അത് മൊത്തം തുടച്ചാൽ പോണ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരു പാച്ച് വർക്കാ ഒരു പഞ്ചറാ ഒന്നുമില്ല കേട്ടോ. നീ ഇഷ്ടപ്പെട്ടാൽ നോക്കി എടുക്കാം, വേറെ നോക്കാം. എന്തായാലും 1500 രൂപയല്ലേ ഉള്ളൂ. മിഷലിൻ്റെ ഈ ഒരു ടയറാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൂക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടയറിൻ്റെ വീഡിയോ പുൽച്ചാടിയുടെ അക്കൗണ്ടിൽ കാണാം അല്ലേ? അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് കുറച്ച് പയ്യന്മാരും കൂടി
ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ്. സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ നല്ല സെയിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ഇതേപോലെ നല്ല സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കത്തുള്ളൂ കേട്ടോ. തുടക്കം ആയാലും നല്ല കൂടുതൽ ഓപ്ഷനല്ലേ. 2500 ഫ്രണ്ടും ബാക്കും നല്ല അത്യാവശ്യം ഫുൾ ഗ്രിപ്പോടിയുള്ള ടയർസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ലാഭമല്ലേ. ബാക്ക് മാത്രം തന്നെ 3,500 വാങ്ങുന്നവരുണ്ട് റോഡ് 5-നൊക്കെ. അപ്പോൾ രണ്ടും കൂടെ 2,500 നിങ്ങൾക്ക് തരുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പം ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. ഓക്കെ, ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ NSൻ്റെ കിറ്റ് കഴിഞ്ഞ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നു. NSൻ്റെ സൈഡിലത്തെ കിറ്റ് വാങ്ങാനായിട്ട് ഓരോ സ്ഥലത്ത് പോയത്. അപ്പം ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ നമ്മൾ ആറ്റിങ്ങ KTM വയ്ക്കുന്ന അരിബ്രോയെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് കിറ്റ് കണക്ട് ചെയ്ത് തന്നു കേട്ടോ. പുള്ളി എനിക്ക് ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതായത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എന്ത് ചോദിച്ചാലും പുള്ളിയുടെ സ്റ്റോക്ക് കാണും. അതായത് പുള്ളിയുടെ കാണില്ല, പുള്ളി ഫ്രണ്ട്സ് നോക്കിയാൽ അത് അറേഞ്ച് ചെയ്ത് എനിക്ക് തരും കേട്ടോ. എനിക്ക് പണ്ടേക്ക് 220 എഞ്ചിൻ വരെ തന്ന പുള്ളിയാണ്. എഞ്ചിൻ അത് ഫുള്ളി ഫ്രീ ആയിട്ടാണ് എനിക്ക് തന്നത്. എഞ്ചിൻ തകർത്ത് എന്ത് ചെയ്യാൻ വയ്യാതെ ഇങ്ങനെ നിന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് പുള്ളിയായിട്ട് കമ്പനി ആയത്. അങ്ങനെ പുള്ളിയാണ് എനിക്ക് ആ എഞ്ചിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം തന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ പുള്ളി KTMൻ്റെ ഷോറൂമിൽ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അതൊന്ന് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് ഇനി കൊല്ലത്തും പോകണം. കഴിഞ്ഞ കൊടുക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫോർക്ക് അസംബ്ലി, പിന്നെ ടീ സ്റ്റെമ്പ്, അങ്ങനത്തെ സാധനമൊക്കെ പെയിൻ്റ് അടിക്കാൻ കൊടുക്കണം. അതിന് ബൈക്ക് വെച്ചുകൊണ്ട് പോകണം കേട്ടോ. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ നേരെ ഷോറൂമിൽ പോയിട്ട് കിറ്റ് കളക്ട് ചെയ്യാം. ഇല്ലേ നമുക്ക് നല്ല ക്ലീൻ പീസ് സാധനം തന്നെ കിട്ടിയ. ക്ലീൻ പീസ് പറയത്തില്ല, സ്ക്രാച്ച് ഉണ്ട്. അതൊക്കെ എന്തായാലും പെയിൻ്റ് അടിക്കാനുള്ളതല്ലേ. എന്തായാലും ലോക്കൊന്നും ഒന്നിൻ്റെയും പൊട്ടിയിട്ടില്ല കേട്ടോ. നല്ല കിടുക്ക് പീസ് സാധനം അപ്പോൾ കിട്ടി. ഓക്കെ, ഇതാണ് വരട്ടെ 1000 രൂപ ഷോറൂമിൽ പറഞ്ഞു കേട്ടോ. ഇനി 2 കൂടെ വെറും 600 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അത് നല്ല സെറ്റ് സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൊണ്ടൊക്കെ ഇപ്പം പ്രൈസ് കോട്ടെ കൊണ്ട് കൊടുക്കണം. കയറിയാ പിടിച്ചിട്ടോ? എന്നെ പിടിച്ചോ? പോടാ, നിങ്ങളങ്ങനെ ഒരു ഓക്കെ പോട്ടാ. അടുത്തിടയ്ക്ക് 2 പിള്ളേരെ കൂടെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. പേരെന്തുവാ? ആബിദാ? നിന്റെ പേരാ? ആബിദും ആദിലും. അനിയനും ചേട്ടനാണോ? ഈ ബാഗ് അവിടെ കൊണ്ട് വച്ചിട്ട് വരും. കുഴപ്പമില്ല, കയറി. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നിപ്പോൾ കൊല്ലത്ത് കൊണ്ട് കൊടുക്കാനുള്ള കേട്ടോ. ഈ സിഗ്നൽ അതൊക്കെ ഞാൻ ഇന്ന് വീട്ടിൽ ചെറുതായിട്ടത് വാഷ് ചെയ്ത് കാരണം ഡീസൽ വാഷൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ പെയിൻ്റൊക്കെ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ കൊടുത്ത് നമ്മൾ ഇത് ഫിയറിങ്ങും കൂടെ വയ്ക്കാം. ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ആലോചിക്കണം. ബൈക്കിൽ ഇതെങ്ങനെ ഇരിക്കും? എങ്ങനെയായിരുന്നു പോവാം. ബൈക്കിൽ കൊണ്ടുപോകാൻ ഒരു വഴിയില്ല കേട്ടോ. ഒട്ടുക്കത്തെ ഫെയിലാണ് എല്ലാം കൂടെ വരാൻ നേരത്ത്. അതുകൊണ്ട് ഇന്നും കാർ തന്നെ എടുത്ത് വീണ്ടും നമുക്ക് കൊല്ലത്ത് പോവാം. മറന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പെട്രോൾ കൂലി എനിക്ക് ആവത്തില്ലായിരുന്നു. ഇന്നലെ സത്യം പറഞ്ഞാൽ മറന്നു പോയതുകൊണ്ടാണ് വീണ്ടും പോയിന്റ് വന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നേരെ കൊല്ലത്ത് പോവാം. ഗായത്രി പഠിക്കാൻ പോയിക്കണം, പറ്റുമെങ്കിൽ അവളെ കൂടെ വിളിച്ചോണ്ട് പോവാം. സ്ഥാനം കൊണ്ടുകൊടുക്കാൻ പോയപ്പോഴേ ഗായത്രി പിന്നെ വീട്ടിൽ ഒന്നും കൂടെ പോയി അമ്മയെ കൂടെ വിളിച്ചോണ്ട് വന്നു കേട്ടോ. അവർക്ക് കൊല്ലത്തുനിന്ന് എന്തൊക്കെ ഫ്ലാസ്ക് തോർത്ത് ചപ്പ് ചപ്പൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് ചേട്ടനും വന്ന് അങ്ങനെ ഫാമിലി മൊത്തത്തിലപ്പം നമ്മളെ NSൻ്റെ സാധനങ്ങൾ കൊണ്ടെടുക്കാനായിട്ട് പോയിട്ട് അതിലേക്ക് ചുമ്മാ കൊല്ലത്തൊക്കെ കുറച്ച് സംഭവങ്ങൾ കറങ്ങണം. അതൊക്കെയാണ് പരിപാടികൾ. ഓക്കെ, അപ്പം നമുക്ക് റൈസ് ബോർഡിൽ പോയി ആ സാധനമൊക്കെ ഇറക്കി വയ്ക്കാം. അപ്പം സാധനമെല്ലാം അപ്പോൾ അതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തിരുവ് കളഞ്ഞ്. ഓക്കെ, ഇപ്പം പേപ്പർ ഇട്ടല്ലേ? ഇത് ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ ജസ്റ്റ് പൊട്ടിപ്പോയി. ഞാൻ ജസ്റ്റ് സൂപ്പറിൽ ഒട്ടിച്ച് വെച്ചേക്കാം. അത് വേറെ എന്തെങ്കിലും ഗമ്മലും ഉണ്ടാകുമ്പോഴേലും ഇതിൻ്റെ അടിയിൽ ഇതൊക്കെ സീമ എല്ലാവരും ഇടില്ല വരും. സൈലൻ്റ് ഇട്ടു അടച്ചല്ലേ എന്നിട്ട് സെയിം ഗോൾഡ് കിട്ടും. എഞ്ചിൻ ബോൾട്ടുകളൊക്കെ ആണല്ലേ? മാറാം ബോൾട്ടൊക്കെ പുതിയ എടുക്കാം. അപ്പം പെയിൻ്റ് അടിക്കാൻ സാധനം കൊടുത്ത് കുറച്ച് വർക്കിൻ്റെ കേസൊക്കെ പറഞ്ഞു കൊടുത്തത്. നമ്മളെ ഫ്രണ്ട് മൾഗാർഡൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു. അത് ഞാൻ ഡീക്കിൻ്റെ മൾഗാർഡ് ആക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മൾഗാർഡ് അടിക്കുന്നില്ല. പിന്നെ വേറെ ഒന്നുമില്ല, പക്കാ സ്റ്റോക്ക് കണക്ക് പെയിൻ്റൊക്കെ അടിച്ച് ഇറക്കിയാണ്. വേറെ ഫ്രണ്ട് വീലിൽ ബ്ലാക്കും യെല്ലോ കൂടെ എന്താ വെച്ചാൽ അലോയിൽ മറ്റേ ചെറിയ എന്താ സ്പ്ലാഷ് ചെയ്യുന്നത് പുള്ളി പറഞ്ഞു. എനിക്ക് അതിൻ്റെ പറയണ എങ്ങനെ അറിയത്തില്ല. മറ്റേ ഓരോ സ്റ്റിക്കറിങ്ങനെ വിട്ട് ഒട്ടിക്കില്ലേ ഫ്രണ്ട് വീലിൽ മാത്രം. അങ്ങനത്തെ വർക്കും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ട് അത് പുള്ളി സജസ്റ്റ് ചെയ്ത് തന്നതാണ് അങ്ങനെ ഒരു വർക്ക് ചെയ്യാനായിട്ട്. വേറെ ഗ്രാഫിക്സ് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ചോദിച്ച് ഒന്നും വേണ്ട, സ്റ്റോക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു
പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ വർക്ക് കണ്ടില്ല. ഇന്നലെ കൊടുത്തേ ഉള്ളൂ. ഇന്ന് തന്നെ ചേസും ബാക്കി സംഭവങ്ങളെല്ലാം പേപ്പറിട്ട് പിടിച്ച് വെച്ചേക്കാണ്. എന്തായാലും എൻ്റെ വണ്ടി പ്ലെയിൻ കളറുമാണ്. ഗ്രാഫിക്സ് വർക്കാണെങ്കിൽ നല്ല സമയം എടുക്കും. പ്ലെയിൻ വർക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തരാമെന്ന് പറഞ്ഞ് എന്നാലും ഒരാഴ്ച കൂടുതൽ എന്തായാലും എടുക്കുമെന്ന് തോന്നുന്നു. കുറേ സാധനങ്ങൾ പറയുകൊണ്ടാണ് കൊടുത്തത് കേട്ടോ. ഓക്കെ, ഇപ്പം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇപ്പോഴൊന്നും ഇനി NS-ൻ്റെ കണ്ടന്റ് കാണത്തില്ല. അതായത് കുറേ ഇനി പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ട് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ വേണമെങ്കിൽ വീഡിയോ ആയിരിക്കും. ഒരു പ്ലാനും ഇല്ല. എന്തായാലും NS-ൻ്റെ ബാക്കി എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. വണ്ടി പവറാക്കും നമ്മൾ. മറ്റൊരു വീഡിയോ വീണ്ടും വരാം ഗൈസ്. ഗുഡ് ബൈ. ഇറങ്ങുന്നില്ല ആരും. ഗുഡ് ബൈ.